ഇന്ന് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗം എന്ന് പറയുന്നത് മാതാപിതാക്കളെ നോക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിൽ ചിന്തിച്ചപ്പോൾ അതിൽ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ശരിയായിട്ട് നിസ്വാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ നോക്കേണ്ടടുത്ത് നമുക്ക് മക്കൾക്ക് കൊടുക്കാനുള്ള സമയം, അവർക്ക് കൊടുക്കാനുള്ള എഡ്യൂക്കേഷൻ, അവർക്ക് കൊടുക്കാനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ട സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക. ഇതൊക്കെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ പ്രായമാകുമ്പോൾ എൻ്റെ മക്കളെന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞ് കരയുന്നതിൽ കാര്യമില്ല. അതിൽ നമുക്ക് ചെയ്യാവുന്നൊരൊറ്റ കാര്യമുള്ളൂ, മാതൃകയാവുക. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ളത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. എന്തും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് മക്കൾ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റോട് കൂടിയിട്ടാണ് അവർ പഠിക്കുന്നത്. അവർ ഭയങ്കര വാച്ച്ഫുള്ളാണ്. ചെറുപ്പം മുതൽ അവർക്ക് കിട്ടാനുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ അത് കാണുന്നു. അതോടുകൂടി മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ അതും അവർ കണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ എപ്പോഴും വളരെ രസമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുക, എങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, സമാധാനം കൊടുക്കാൻ പറ്റും, അവരുടെ കൂടെ നിൽക്കാൻ പറ്റും, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിക്കുമ്പോൾ അതാണ് മക്കൾ കണ്ടു വളരുന്നത്. നമ്മൾ വയസ്സായ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നില്ല, ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവരോട് ഒരു ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ പെരുമാറി തുടങ്ങുമ്പോൾ ഇതന്നെയാണ് നമ്മുടെ ഓക്കെ. അപ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ മക്കൾക്ക് കൊടുക്കുക, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സമയം അവർക്കത് കൊടുക്കുക. പ്രത്യേകിച്ച് വയസ്സായ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ മക്കൾ കാണുകയും വേണം. ഇത് അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ല, നമ്മുടെ കടമ നമ്മൾ ചെയ്യുക. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. ഇതൊക്കെ ഉണ്ടായിട്ട് എൻ്റെ മക്കളെല്ലാം നോക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വി ലിവ് ഇൻഡിപെൻഡൻ്റ്ലി. എന്നിട്ട് അവർ നമ്മളെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ us. ഈ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. So keep smiling and stay positive.